അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ ഈ ആകാശപാത കോടികൾ ചെലവിട്ട് പണിതിട്ട് ഇതാരും തിരിഞ്ഞു നോക്കാത്തത് എന്താണ്? സ്വന്തം വീടിന്റെ വാതിലിന്റെ കുളത്ത് പോയാൽ നമ്മൾ അപ്പം തന്നെ മാറ്റും. ഇത്രയും കോടി രൂപ ചെലവിട്ട് ഇത് നിർമ്മിച്ചിട്ട് ഇതിനെ ആരും തിരിഞ്ഞു നോക്കാനില്ല. നഗരമധ്യത്തിൽ തന്നെ ഒരുപാട് യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന ഈ ഒരു സംവിധാനം ഇങ്ങനെ നിലച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ദിവസവും ഒരുപാട് ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഇതുവഴി കടന്നു പോകുന്നതാണ്. എന്നിട്ട് ഒരു ചാനലിൽ പോലും ഈ ഒരു വാർത്ത ഇതുവരെ വന്നിട്ടില്ല. ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കൂടെ അറിയണം. ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ഗംഭീരമായി നടത്തിയിട്ട് കാര്യമില്ല. ഇത് പ്രവർത്തിക്കുന്നുണ്ടോന്നും കൂടെ ഒന്ന് വന്ന് നോക്കുന്നത് നന്നായിരിക്കും. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ കോർപ്പറേഷനൊക്കെ? പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളിത് കണ്ടില്ലെന്ന് നടിക്കുകയാണോ? ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് ചർച്ച ചെയ്യൂ. നമ്മുടെ കേരളത്തിലെ എല്ലാം വലിയ സംഭവമായി തുടങ്ങിയിടും. അത് മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. എത്ര ജനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതാണ്. ഈ ഒരു സംവിധാനം ഇങ്ങനെ നശിച്ചു കിടക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ് ഇതിന്റെ ചീത്തപ്പേര്. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തിക്കുക. അപ്പൊ ശരിയെന്നാ. നമ്മുടെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ ഈ ആകാശപാത കോടികൾ ചെലവിട്ട് പണിതിട്ട് ഇതാരും തിരിഞ്ഞു നോക്കാത്തത് എന്താണ്? സ്വന്തം വീടിന്റെ വാതിലിന്റെ കുളത്ത് പോയാൽ നമ്മൾ അപ്പം തന്നെ മാറ്റും. ഇത്രയും കോടി രൂപ ചെലവിട്ട് ഇത് നിർമ്മിച്ചിട്ട് ഇതിനെ ആരും തിരിഞ്ഞു നോക്കാനില്ല. നഗരമധ്യത്തിൽ തന്നെ ഒരുപാട് യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന ഈ ഒരു സംവിധാനം ഇങ്ങനെ നിലച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ദിവസവും ഒരുപാട് ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഇതുവഴി കടന്നു പോകുന്നതാണ്. എന്നിട്ട് ഒരു ചാനലിൽ പോലും ഈ ഒരു വാർത്ത ഇതുവരെ വന്നിട്ടില്ല. ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കൂടെ അറിയണം. ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ഗംഭീരമായി നടത്തിയിട്ട് കാര്യമില്ല. ഇത് പ്രവർത്തിക്കുന്നുണ്ടോന്നും കൂടെ ഒന്ന് വന്ന് നോക്കുന്നത് നന്നായിരിക്കും. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ കോർപ്പറേഷനൊക്കെ? പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളിത് കണ്ടില്ലെന്ന് നടിക്കുകയാണോ? ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് ചർച്ച ചെയ്യൂ. നമ്മുടെ കേരളത്തിലെ എല്ലാം വലിയ സംഭവമായി തുടങ്ങിയിടും. അത് മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. എത്ര ജനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതാണ്. ഈ ഒരു സംവിധാനം ഇങ്ങനെ നശിച്ചു കിടക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ് ഇതിന്റെ ചീത്തപ്പേര്. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തിക്കുക. അപ്പൊ ശരിയെന്നാ. നമ്മുടെ നാട്ടില് ഇതൊക്കെ ഉണ്ടാക്കാനേ അറിയുള്ളൂ. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവാൻ അറിയില്ലല്ലോ. സുഹൃത്തെ, പുതിയ പണി തുടങ്ങുമ്പോഴാണ് കമ്മീഷൻ ഉള്ളത്. അത് മെയിൻ്റെനൻസ് ചെയ്യാൻ കമ്മീഷൻ ഇല്ല. അതുകൊണ്ടാണ് ചെയ്യാത്തത്. ആരോട് പറയാന്, ആര് കേൾക്കാന്? ഈ 13 കോടിയിൽ എത്ര മുക്കിക്കാണും? ഇനിയും ഫണ്ട് വരണം, ഇനിയും മുക്കണം. എല്ലാവർക്കും കിട്ടേണ്ട കിട്ടി. ഇനി ഞങ്ങളില്ല. ഉദ്ഘാടനം മാത്രം ഭംഗിയാക്കിയാ പോരാ. അത് കൊണ്ട് നടക്കാനും കോർപ്പറേഷൻ മുൻകരുതൽ എടുക്കണം. കമ്മീഷൻ കിട്ടി, ഇനി അടുത്ത പണി നോക്കാം കോർപ്പറേഷൻ. കമ്മീഷൻ കിട്ടി, ഇനി അടുത്ത പണി നോക്കാം കോർപ്പറേഷൻ. ഇത് കൊണ്ടുവന്നവർക്ക് കൈക്കൂലിയും കമ്മീഷനും ഒക്കെ കിട്ടി. പിന്നെ ആര് നോക്കാൻ? കിട്ടേണ്ടത് എല്ലാവർക്കും കിട്ടി. പിന്നെ അവർക്കെന്താ? റോഡ് മുറിച്ച് കടന്നു പോവുക, ആ ബ്ലോക്കാക്കിയ സാധനങ്ങൾ സൈഡിലേക്ക് മാറ്റുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.